അമേരിക്ക ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്നത് തന്നെയാണ് വീണ്ടും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയ said it will not take part in the US naval blockade of Iranian ports. ഇറാന്റെ തീരത്തേക്ക് കടക്കുന്ന കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്ന അമേരിക്കയുടെ ഈ സൈനിക നീക്കങ്ങളിൽ ഞങ്ങൾ ഒരു നിലക്കും പങ്കാളികളാവുകയില്ല എന്ന് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ UK പറഞ്ഞിട്ടുള്ളത്. അമേരിക്ക പറഞ്ഞിരുന്നു UK ബ്രിട്ടൻ ഇതിൽ പങ്കുചേരുമെന്നാണ്. എന്നാൽ ഈ പ്രസ്താവനയെ നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ് UK-യും ബ്രിട്ടനും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അമേരിക്ക നടത്തുന്ന ഇറാനെതിരെയുള്ള ഈ നാവിക ഉപരോധത്തിൽ ഞങ്ങൾ പങ്കാളികളല്ല, ഞങ്ങൾ അതിൽ പാർട്ടല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ബ്രിട്ടൻ. യഥാർത്ഥത്തിൽ നിരന്തരമായി അമേരിക്കക്കെതിരെ യൂറോപ്പ് രംഗത്ത് വരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അമേരിക്ക യൂറോപ്പിൽ നിന്നും ഒറ്റപ്പെടുന്ന സാഹചര്യം വരുന്നു, നാറ്റോയിൽ നിന്ന് എസ്കേപ്പ് ആകുന്ന സാഹചര്യത്തിലേക്ക് അത് എത്തിക്കുന്നു. മാത്രമല്ല അമേരിക്കൻ സൈനികരെ യൂറോപ്പിൽ നിന്ന് പിൻവലിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുന്നു. എന്തായിരുന്നാലും ഒരു നീണ്ട കാലത്തെ സൗഹൃദത്തിന് ശേഷം വലിയ വിള്ളലുകളാണ് മിഡിൽ ഈസ്റ്റിലും അതുപോലെ യൂറോപ്പിലും അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രയേലോ അമേരിക്കയോ സ്വപ്നം കണ്ട ഒരു ലോകമല്ല വരുന്നത്. ഇറാൻ എന്താണോ മിഡിൽ ഈസ്റ്റിനെ ഏത് രീതിയിൽ എത്തിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അത്തരം തരങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും അമേരിക്കയെ പുറത്താക്കുക എന്നതിലപ്പുറം യൂറോപ്പിൽ നിന്നും അമേരിക്കയെ പുറത്താക്കുക എന്ന വലിയൊരു അജണ്ടയിലേക്ക് ഇത് എത്തിപ്പെടുന്നു. ഇവിടെ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് GCC രാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്കയെയും അവരുടെ സംവിധാനങ്ങളെയും പുറത്താക്കുക എന്നതാണെങ്കിൽ ഇപ്പോൾ അതേ സ്ഥിതി തന്നെയാണ് യൂറോപ്പിലേക്കും കടന്നു വരുന്നത്. ഈ ഒരു തന്ത്രപരമായ നീക്കത്തിൽ ഇറാൻ അവർ കരുതിയതിനപ്പുറം വിജയം നേടിയെന്ന് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഈ യുദ്ധത്തിൽ അമേരിക്ക ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ബുദ്ധിയില്ലാത്ത അമേരിക്കൻ പ്രസിഡന്റ് നയങ്ങളും നീക്കങ്ങളുമാണ് ഇതിന് കാരണമായിരിക്കുന്നത്.